കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൗത്യം ഇന്ന് അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കാൻ പോവുകയാണ്. റഡാർ സിഗ്നലുകൾ ലഭിച്ചയിടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വെല്ലുവിളിയാണ്. ഇന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പല ഏരിയകളിലായി തെരച്ചിൽ നടക്കുന്നുണ്ട്. മണ്ണ് നീക്കം ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റഡാറിൻ്റെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ദൗത്യസംഘത്തിൻ്റെ ഈ ഘട്ടത്തിലുള്ള തീരുമാനം. അതേസമയം തന്നെ ലോറി പുഴയിൽ പതിച്ചിട്ടുണ്ടോ എന്നുള്ള സാധ്യത അത് പൂർണ്ണമായും തള്ളിക്കളയാതെയും തെരച്ചിൽ നടക്കുന്നുണ്ട്. NDRFും നാവികസേനയും പുഴയിൽ ഇന്നും തെരച്ചിൽ തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലാവസ്ഥ ഇപ്പോഴും ഒരു വില്ലനായി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയിലും അതിശക്തമായ മഴ അവിടെ പെയ്തിരുന്നു. ഇന്ന് കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതും പ്രധാനമാണ്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, ഇത് 6:30 ആവാൻ പോകുന്നു. വൈകാനുള്ള സാധ്യതയുണ്ടോ, അതോ കൃത്യം 6:30 തന്നെ ഇന്നത്തെ ദൗത്യം ആരംഭിക്കുമോ? റീജിത്ത്, സമയം 6 മണി മുതൽ ഇന്ന് തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. ശക്തമായ മഴയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. ശക്തമായ മഴ ഈ പ്രദേശത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ കാറ്റും മഴയും ഇപ്പോൾ ഈ പുഴക്കരയിൽ, അതായത് ഗംഗാവലി നദിക്കരയിലാണ് നമ്മൾ ഉള്ളത്. ആ കാഴ്ച പോലും നമുക്ക് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. നേരത്തെ അവിടെ ആ ലൈറ്റൊക്കെ കണ്ടിരുന്നു, ആ പ്രദേശം നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കാഴ്ച മങ്ങി തുടങ്ങിയിരിക്കുന്നു. അത്രത്തോളം ശക്തമായ മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റുമുണ്ട്. നമുക്ക് ഈ പ്രദേശത്ത് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രവർത്തനം ഇനി നടത്തുക, അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഇന്ത്യൻ ആർമി എത്തിയതാണ് ഏക ആശ്വാസം. ഒപ്പം ഈ 15 മീറ്റർ വരെയുള്ള ഈ വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന, ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന റഡാർ സംവിധാനവും ഇന്ത്യൻ ആർമി ഇന്ന് തെരച്ചിലായി ഉപയോഗിക്കും. അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആദ്യഘട്ടത്തിൽ മഴയില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ശക്തമായ മഴയാണ്. ഗംഗാവലി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. പുഴയിൽ അടിയൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കർണാടക സർക്കാരൊക്കെ സംശയിക്കുന്ന പോലെ ഈ പുഴയിലേക്ക് വാഹനം വീണിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക ദുഷ്കരമായ പ്രവൃത്തിയാണ്, അത് ബുദ്ധിമുട്ടുള്ളതാണ്. എന്തായാലും ഈ പുഴയിലുള്ള രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ പുഴയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഒപ്പം ഈ ഒരു ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. രാവിലെയും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അത് തെരച്ചിലിന് ഉറപ്പായും പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മഴ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ഇന്നത്തെ തെരച്ചിലിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. റഡാർ സിഗ്നലുകൾ ലഭിച്ചയിടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ശ്രമം തുടരുന്നുണ്ട് ദൗത്യസംഘം. കൂടുതൽ സംവിധാനങ്ങളെ ഈ തെരച്ചിലിനായി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആവശ്യം കുടുംബം ദിനംപ്രതി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന നടപടി, അതിനെതിരെ അതിരൂക്ഷമായ വിമർശനവും അർജുൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഒരു നാട് ഒന്നാകെ കാത്തിരിക്കുകയാണ്. ഈ ദൗത്യം നീളുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കുടുംബത്തിനുണ്ട്, നാട്ടുകാർക്കുണ്ട്. ഇന്നലെ ചില പ്രത്യക്ഷ പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ണാടിക്കലിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. അടിയന്തരമായ ഇടപെടൽ, കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ദൗത്യം വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം കുടുംബം, നാട്ടുകാർ, നാടൊന്നാകെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, തുടരാം. അരുൺ, 6 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ സമയം 6:30 ആവുന്നു. വെളിച്ചം വന്നതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ദൗത്യസംഘം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നൊരു കാര്യം, അല്പസമയം മുമ്പ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. അവിടെ അതിശക്തമായ മഴ രാവിലെ പെയ്യുന്നുണ്ട്. തെരച്ചിൽ
പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നത്തെ തെരച്ചിലും ആരംഭിക്കാൻ പോകുന്നു. റഡാർ സിഗ്നലുകൾ ലഭിച്ച ഇടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ ഇതുവരെ ഒന്നും തന്നെ ലോറിയുടെ ഭാഗങ്ങൾ എന്ന് സ്ഥിരീകരിക്കാവുന്ന ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൈന്യം തെരച്ചിലിനുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ശുഭകരമായൊരു വാർത്ത അവിടെ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. റഡാർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ അതിൽ ഇപ്പോഴും ഒരു ഫോക്കസ് പോയിന്റ് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വെല്ലുവിളി തന്നെയാണ്. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം അതിൽ പ്രതീക്ഷയുണ്ട്. മണ്ണ് നീക്കം ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റഡാറിൻ്റെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടാകും. അതൊക്കെ ഏത് തരത്തിലാണ്, ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് സൈന്യത്തിൻ്റേത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. 6:30 പിന്നിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഈ പുനരാരംഭിക്കാനുള്ള സമയത്തിൽ ദൗത്യം പുനരാരംഭിക്കാനുള്ള സമയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, തുടരാം അരുൺ. റിജിത്ത്, ഇപ്പോൾ ശക്തമായ മഴ, പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതിശക്തമായ മഴയും കാറ്റുമാണ്. നമ്മൾ ഗംഗാവലി പുഴയുടെ തീരത്താണ് നിന്നിരുന്നത്. ആ പുഴയുടെ തീരത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഈ നമ്മുടെ യൂണിറ്റൊക്കെ വാഹനത്തിനകത്തേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. സുരക്ഷിതമായി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഈ മഴ ഈ പ്രദേശത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ആ മഴയെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇനി ഈ തെരച്ചിൽ മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ മലയിൽ നിന്ന് ഈ വെള്ളം എങ്ങനെ താഴേക്ക് ഊർന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നലെ തന്നെ ആ പ്രദേശത്ത് പോയി അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ കാര്യം മനസ്സിലായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകർ ആ മണ്ണിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തണം. ഒപ്പം ആ പാറ പൊട്ടിക്കണം. ആ മണ്ണിന് മുകളിലേക്ക്, അതായത് ഇപ്പോഴുള്ള ആ മണ്ണിന് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ആളുകൾ താഴേക്ക് പോകുന്ന, അതായത് ആ മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പകുതിയോളം മണ്ണിനടിയിലേക്ക് ആളുകൾ പോയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാവും ഇന്ന് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയിലെ വിദഗ്ധന്മാരായ ആളുകൾ ഈ തെരച്ചിലിനായി എത്തിയിട്ടുണ്ട്. ആ ആളുകളുടെ ഒരു സേവനം, അതാണ് ഇന്നത്തെ പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 15 മീറ്ററോളം ആഴത്തിൽ ഉള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന റഡാർ സംവിധാനവും ഇന്നിപ്പോൾ ആർമി ഉപയോഗിക്കുന്നുണ്ട്. ആർമിയുടെ എല്ലാ രീതിയിലുള്ള ഒരു തെരച്ചിലിനുള്ള, ഇത്തരത്തിലുള്ള ദുരന്തമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളും ആർമി ഈ തെരച്ചിലിനായി ഇവിടെ ഉപയോഗിക്കും. പക്ഷേ ഏത് ഭാഗത്താണ് ഈ വാഹനം എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. GPS ലൊക്കേഷനും നേരത്തെ ലഭിച്ച റഡാർ ലൊക്കേഷനും അനുസരിച്ച് ഉള്ള സ്ഥലത്ത് പൂർണ്ണമായും തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആ ഭാഗത്തൊന്നും വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ മലയോട് ചേർന്നുള്ള, അതായത് ഈ റോഡിൽ മലയോട് ചേർന്നാണ് എല്ലാ വാഹനങ്ങളും നിർത്തിയിടാറ്. വലിയ 3 ടാങ്കറുകൾക്ക് നിർത്തിയിടാനുള്ള സ്ഥലം മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശമായിരിക്കും ഇനി കൂടുതൽ തെരച്ചിൽ നടത്തുക. ആ പ്രദേശത്ത് ഈ വാഹനം ഉണ്ട്, അല്ലെങ്കിൽ ഈ വാഹനവും മറ്റ് വാഹനങ്ങളും ഉണ്ടായേക്കാം എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തക സംഘത്തിനുള്ളത്. ആ മലയിൽ നിന്ന് മണ്ണിടിയുന്ന സമയത്ത് ഈ ടാങ്കർ അവിടെ നിന്ന് തെന്നി മാറാനുള്ള, അല്ലെങ്കിൽ ഈ ലോറി അവിടെ നിന്ന് തെന്നി മാറാനുള്ള സാധ്യത ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ തന്നെ തള്ളിക്കളയുന്നുണ്ട്. ഈ സ്ഥലത്തെ കുറിച്ചറിയുന്ന പ്രദേശവാസികളും അത് തന്നെയാണ് പറയുന്നത്. കാരണം നല്ല ഉയരമുള്ള മലയാണ്. ആ മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അത് ഈ വാഹനത്തിന് മുകളിലേക്ക് വീഴാനാണ് സാധ്യത. ഒരിക്കലും ആ സമയത്ത് വാഹനം തെന്നി മാറാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ ഭാരത് ബെൻസിന്റെ ലോറി അത് അത്രത്തോളം ഭാരമുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ ആ വാഹനം അവിടെ നിന്ന് തെന്നി മാറി പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തകർ തള്ളിക്കളയുകയാണ്. പക്ഷേ കർണാടക സർക്കാരും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഒക്കെ സംശയിക്കുന്ന പോലെ ഈ പുഴയിൽ വാഹനം വീണിട്ടുണ്ടാകുമെന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ പുഴയിലും അതുപോലെ തന്നെ കരയിലുമായിരിക്കും തെരച്ചിലുണ്ടാവുക. ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തും ഇതുപോലെ മണ്ണ് തൂർന്ന നിലയിലാണ്, മണ്ണ് അടിഞ്ഞുകൂടിയ നിലയിലാണ്. ആ മണ്ണിനടിയിലും ഈ വാഹനമുണ്ടോ എന്ന് തെരച്ചിൽ നടത്തണം. അതിനുള്ള
സമ്മർദ്ദവും ശക്തമായി തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. അർജുൻ മാത്രമല്ല, തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ ശരവണനെ കാണുന്നില്ലെന്ന ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. ശരവണന്റെ ലോറി ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയത്. 7 മണിക്ക് ശരവണൻ ഈ സ്ഥലത്ത് ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യയെ വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം ശരവണന്റെ മൊബൈൽ ലൊക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ലോറി ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ശരവണന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശരവണനും ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടാകാം എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിലുണ്ടോ എന്നതൊക്കെ പരിശോധിക്കണം. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. ആ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇനി തെരച്ചിൽ മുന്നോട്ട് പോവുക എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്നെന്തായാലും ഇന്ത്യൻ ആർമി അവരുടെ പരമാവധി കഴിവും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടത്തുക. ഇന്ന് ആ തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ 6 മണിയോടുകൂടി തെരച്ചിൽ തുടരുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ റിജിത്ത്, പ്രതികൂലമായ കാലാവസ്ഥയാണ്, ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അവർക്ക് അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത, അതായത് ആ മണ്ണിൽ നിൽക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിലിനാണ് ഇന്ന് വീണ്ടും തുടക്കം കുറിക്കുക. അല്പസമയത്തിനകം ഈ മഴയൊന്ന് മാറിക്കഴിഞ്ഞാൽ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിജിത്ത്, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ, തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ ശക്തമായ മഴ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി, അത് തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ്. ഇന്നിപ്പോൾ അർജുനായുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്നലെ രാത്രിയോടെ രക്ഷാപ്രവർത്തനങ്ങൾ, തെരച്ചിൽ നിർത്തിവച്ചിരുന്നു. അതിപ്പോൾ അതിരാവിലെ തന്നെ തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ കനത്ത മഴ, ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ തെരച്ചിലിനുള്ള സമയം അങ്ങനെ നീളുകയാണ്. ഈ സമയം വൈകുന്തോറും വളരെ ആകാംക്ഷയിൽ, ആശങ്കയോടുകൂടി ലോകം മുഴുവനുമുള്ള മലയാളികൾ, കേരളം മുഴുവൻ ഒന്നടങ്കം ഈ 7 ദിവസങ്ങളായി അർജുനായുള്ള എന്തെങ്കിലും വിവരം കിട്ടുമോ, ലഭിക്കുമോ എന്നുള്ള ആ വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു വിവരം, തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ ശരവണനെ കാണാതായി എന്ന കുടുംബത്തിൻ്റെ പരാതിയുണ്ട്. ശരവണൻ അവിടെ ഈ പ്രദേശത്തു തന്നെ, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തു തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തെ വിളിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പേർ ഈ മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? എല്ലാ ജീവനുകളും ഒരുപോലെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ തുടരാൻ കഴിയട്ടെ. ശക്തമായ മഴ, പുഴയിലാണെങ്കിലും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. രാത്രികാലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത, അത് തള്ളിക്കളയണം. അത്തരത്തിലുള്ളൊരു സാധ്യത ഉണ്ടാകരുത്. അതുകൊണ്ട് മാത്രമാണ് രാത്രികാലങ്ങളിലെ തെരച്ചിൽ നിർത്തിവെക്കുന്നത് എന്ന് പറയുമ്പോഴും രാത്രി രക്ഷാപ്രവർത്തനം, തെരച്ചിൽ നിർത്തിവച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധവും അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ അർജുനായുള്ള കാത്തിരിപ്പിലാണ്. അവരൊരുപാട് ചോദ്യങ്ങൾ, എപ്പോൾ തുടങ്ങും ഈ തെരച്ചിൽ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുമായി വരുന്നുണ്ട്. അവിടെ മഴ ഇപ്പോഴെങ്ങനെയുണ്ട്? അരുൺ ചേരുന്നുണ്ട്, അരുൺ പാറയ്ക്കൽ അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരുൺ, ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. ഇപ്പോഴും ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മഴ ശക്തമായി തന്നെ തുടരുകയാണോ ഇപ്പോഴും? ഇന്നിപ്പോൾ എന്തെങ്കിലും പ്രത്യേക, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നതിനേക്കാളും ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തതയുണ്ടോ ഈ തെരച്ചിലിന്? റഡാർ സംവിധാനം ഉപയോഗിക്കുന്നു, കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി നദിയുടെ തീരത്താണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലുള്ള ശക്തമായ മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുമുണ്ട്. ഈ പുഴക്കരയിൽ നമുക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർണാടക ഉൾവനത്തിലൊക്കെ നല്ല മഴയുണ്ട്. ആ മഴയിൽ നിന്ന് വെള്ളം ഈ മലയിലൂടെ ഇങ്ങനെ ഈ അപകടം നടന്ന സ്ഥലത്ത് ധാരാളമായി ഇങ്ങനെ എത്തുന്നുണ്ട്, ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ മണ്ണിന് മുകളിലൂടെ വീണ്ടും ഒരു അപകടം ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ഈ മണ്ണ് താഴേക്ക് വീഴാനുള്ള സാധ്യതകളൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കണം. ഒപ്പം ഈ ഉണ്ടായ അപകടത്തിൽ പെട്ട ആളുകളെ രക്ഷിച്ചെടുക്കുകയും വേണം. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്ത്യൻ ആർമി ഇന്നലെ 2 മണിയോടുകൂടി ഇവിടേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവർ ഇന്നലെ പരിശോധന ആരംഭിച്ചു. ഇന്ന് രാവിലെ 6 മണി മുതൽ തെരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് തെരച്ചിൽ ഇതുവരെയും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊരു പ്രധാനമായ പ്രശ്നമെന്ന് പറയുന്നത്
പ്രതികൂലമായ കാലാവസ്ഥയാണ്, ശക്തമായ മഴയാണ്, അതിശക്തമായ മഴയാണ്. നമുക്ക് അതിൻ്റെ ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുന്നുള്ളൂ. രാത്രി സമയങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുമ്പോൾ ആ മഴയെയും അതുപോലെ തന്നെ ആ മണ്ണിടിച്ചിൽ സാധ്യതയെയും അതിജീവിക്കണം. ഇനി സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരു അപകടം പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇനിയൊരു മനുഷ്യജീവന് പോലും ഒരു അപായം സംഭവിക്കാൻ പാടില്ല. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ. അല്ലെങ്കിൽ ഈ നാമക്കൽ സ്വദേശി ശരവണ്ണെ പോലെയുള്ള ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്, അവരെയൊക്കെ രക്ഷിച്ചെടുക്കണം. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ പാറക്കല്ലുകൾ, അതായത് ഈ മണ്ണിന് മുകളിൽ വലിയ രീതിയിലുള്ള പാറക്കല്ലുകളുണ്ട്. ആ പാറക്കല്ലുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പാറക്കല്ലുകൾ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ ഡ്രില്ലിംഗ് ഇതൊക്കെ പാറ പൊട്ടിക്കുന്ന ഒരു നടപടികളൊക്കെ നടന്നു വരികയാണ്. ആ പാറ പൊട്ടിച്ച് നീക്കിയാൽ മാത്രമാണ് ഇനിയിപ്പോഴുള്ള പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച റഡാർ ലൊക്കേഷനും അതുപോലെ തന്നെ GPS, മുമ്പ് ഈ ഭാരത് ബെൻസിന്റെ GPS കണ്ടെന്ന് പറയുന്ന ആ സ്ഥലത്ത്, GPS ലൊക്കേഷൻ കാണിച്ചെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തു. പക്ഷേ അവിടെയൊന്നും ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ദേശീയപാത കർണാൽ മംഗലാപുരം ദേശീയപാതയിൽ ആ പ്രദേശത്ത് കുറച്ച് വീതിയുള്ള സ്ഥലമാണ്. 4 വരി പാത തുടക്കമിടുന്ന സ്ഥലമാണ് ഈ അപകടമുണ്ടായ സ്ഥലം. അവിടെ ഒരു ഷേപ്പിൽ മല കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ആ ഭാഗത്താണ് ഈ അരുവിയൊക്കെ ഉള്ളത്, മലമുകളിൽ നിന്ന് വരുന്ന അരുവിയൊക്കെ ഉള്ളത്. അവിടെ വാഹനം നിർത്താനുള്ള ഒരു സൗകര്യമുണ്ട്. അതിൻ്റെ നേരെ എതിർവശത്തായിരുന്നു, അതായത് ഈ റോഡിൻ്റെ ഈ ഷേപ്പിൽ കിടക്കുന്ന ആ ഒരു സ്ഥലത്തെ പാർക്കിംഗ് ഏരിയയുടെ നേരെ എതിർവശത്തായിരുന്നു ഈ ചായക്കട. പുഴയോരത്ത് ചേർന്നായിരുന്നു ഈ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഷേപ്പിലുള്ള പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തി, മലയോട് ചേർന്ന് വാഹനം നിർത്തി ആ മലമുകളിൽ നിന്നും വരുന്ന വെള്ളത്തിൽ കുളിക്കുകയും ഈ വാഹനം കഴുകുകയും ഒക്കെയാണ് ഈ ലോറി തൊഴിലാളികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. 3 വലിയ ടാങ്കർ ലോറികൾ നിൽക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട് എന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ഈ സമീപവാസികൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ മണ്ണ് മാറ്റിയാൽ മാത്രമാണ് നമുക്ക് അർജുൻ്റെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി തെരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ആ പ്രദേശത്താണ്. ആ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യുക എന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കാണുന്നത് എത്രത്തോളം ദുഷ്കരമാണ് ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ള പ്രവൃത്തി എന്നുള്ളത്. നീക്കുംതോറും അതിങ്ങനെ കൂടുതൽ മൺകൂനകൾ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നും. അത്രയ്ക്ക് വലിയൊരു മൺകൂന, ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വീണിരിക്കുകയാണ്. നമുക്കറിയില്ല, പിന്നീട് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടങ്ങുന്നതിന് മുൻപ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ വെല്ലുവിളിയാകുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനം. ഒപ്പം തന്നെ ഈ നദിയിൽ ഒരുപക്ഷെ ഇത്രയും വലിയ ലോറിയാണ്, അതങ്ങനെ ഒഴുകി നദിയിൽ സ്ലിപ്പ് ചെയ്ത് തെന്നി മാറി അത് നദിയിൽ വീണിരിക്കാം എന്നുള്ള സംശയം അത് തള്ളിക്കളയുന്നുണ്ട് ഒരു വിഭാഗമെങ്കിലും. NDRFും നേവിയുടെയും സംഘം ഇന്നും പുഴയിലും തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പുഴയിൽ വെള്ളം ഉയർന്നു വരുന്നുണ്ട്, ജലനിരപ്പ് ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, 7ാം നാൾ തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ തെരച്ചിൽ തുടങ്ങിയോ? നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ ഇങ്ങനെ നമ്മൾ പലയിടത്തു നിന്നും വരുന്ന സന്ദേശങ്ങളൊക്കെ തന്നെ കാണുന്നതാണ്. കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വിവരം അവിടെ നിന്ന് വരുന്നതിനായി. പക്ഷേ ഇന്നിപ്പോൾ 7 ദിവസമായിരിക്കുന്നു. 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു വിവരം ലഭിക്കുന്നില്ല. തെരച്ചിൽ വലിയ വെല്ലുവിളി, അതിൻ്റെ ദുഷ്കരമാകുന്നു എന്ന് പറയുന്നു. വലിയ രീതിയിലുള്ള വെല്ലുവിളി. അതൊന്ന് ശക്തമായ മഴ തന്നെയാണ്. മറ്റൊന്ന് ഈ വലിയ മൺകൂനകളുടെ ഒരു വലിയ ഭാഗം മാറ്റിക്കഴിഞ്ഞിട്ടും ഒരു ലോറിയുടെ ഒരു തുമ്പ് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു ലോറിയാണ്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നദിയിലുള്ള തെരച്ചിലും വലിയ ദുഷ്കരമാണെന്ന് ഇപ്പോൾ അരുൺ പാറയ്ക്കൽ പറയുകയായിരുന്നു. അരുൺ പറയൂ, ഇന്ന് ഈ പ്രഭാതത്തിൽ തെരച്ചിൽ തുടങ്ങിയോ? എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്? അസ്മിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കനത്ത മഴ ഇവിടെ പെയ്യുകയാണ്. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇടപെട്ട് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി അല്പം മഴ മാറി നിന്നിരുന്നു. ഇന്ന് രാവിലെയും നമ്മൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വീണ്ടും അതിശക്തമായ മഴ ഈ നിലവിലെ അപകട സ്ഥലത്ത് ഉൾപ്പെടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇത് വലിയ ഈ രക്ഷാപ്രവർത്തനത്തെ ആദ്യഘട്ടം മുതൽ പ്രതികൂലമായി ബാധിക്കുകയാണ്. സ്മിത സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നാടുണ്ട്. ആ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക്
എന്തെങ്കിലും ഒരു ശുഭകരമായിട്ടുള്ള വിവരം നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിലിലൊന്നും അങ്ങനെ എന്തെങ്കിലും ഒരു ശുഭകരമായ വാർത്ത ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. നിലവിൽ നടത്തിയ തെരച്ചിലെല്ലാം വിഫലമാണ്. സിഗ്നൽ ലഭിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തു. അത് റഡാർ പരിശോധനയിൽ ലഭിച്ച സിഗ്നലിൽ ഇന്നലെ അവസാനം മുഴുവൻ മണ്ണും നീക്കം ചെയ്തു. പക്ഷെ എന്നാൽ അവിടെ ഈ ലോറി കണ്ടെത്താനായില്ല. അതേ തുടർന്നാണ് കർണാടകയിലെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന പ്രതികരണം നടത്തി. സമാന്തരമായി ഈ പുഴയിൽ, ഗംഗാവലി പുഴയിൽ NDRFിൻ്റെയും നേവിയുടെയും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആ തരത്തിൽ ഈ മണ്ണിനടിയിലുള്ള ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സാധ്യത കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അല്ലെങ്കിൽ പല സിഗ്നലുകൾ, അതായത് ഈ മെറ്റൽ കണ്ടന്റിന്റെ സിഗ്നലുകൾ ലഭിച്ചിടങ്ങളിലെല്ലാം ഈ മണ്ണും ചളിയും, അതായത് വലിയ കുന്നുപോലെ ഉണ്ടായിരുന്ന മണ്ണും ചെളിയും നീക്കം ചെയ്തിട്ടും ഈ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഈ രക്ഷാദൗത്യ സംഘത്തിൽ ഏർപ്പെട്ടിട്ടുള്ള, ഇതിൽ വലിയ നല്ല പരിചയ സമ്പത്തുള്ള, ഇതിനു മുമ്പ് ഇത്തരം ദുരന്തമുഖങ്ങളിൽ അവർ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനെ മറികടന്നിട്ടുള്ള ദൗത്യ സംഘ അംഗങ്ങളുണ്ട്. അവർ പറയുന്നത് പൂർണ്ണമായും അങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കർണാടകയിലെ മന്ത്രിമാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഗ്രൗണ്ടിൽ അവരാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില നിഗമനങ്ങൾ ഉണ്ടാകാം, വിലയിരുത്തലുകൾ ഉണ്ടാകാം. അവർ പറയുന്നത് ഇതിൻ്റെ നിലവിൽ ഇപ്പോൾ സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ ഈ റഡാർ സിഗ്നലിലൊക്കെ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ സിഗ്നൽ ലഭിച്ച മണ്ണ് നീക്കിയെടുത്തു നിന്നും തൊട്ടപ്പുറത്ത് വശത്തുള്ള, അതായത് ഒരു മറുവശത്തുള്ള ഒരു വലിയ കല്ലും മണ്ണും മൂടി നിൽക്കുന്ന, അത് കുന്നുപോലെ മൂടി നിൽക്കുന്ന ഒരിടം കൂടിയുണ്ട്. അവിടെ അത് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ ആവശ്യമാണ് എന്നതാണ് ഈ രക്ഷാ ദൗത്യ സംഘത്തിലുള്ളവർ പറയുന്നത്. അത് ഇന്ന് സൈന്യത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് തെരച്ചിലിൻ്റെ ഒരു രീതി റഡാർ സിസ്റ്റം ഇന്ന് ഉപയോഗിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൈന്യത്തിൻ്റെ കുറച്ചുകൂടി ഈ അടിത്തട്ടിലെത്തി ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാങ്കേതികത്വമുള്ള റഡാർ സിസ്റ്റം സൈന്യത്തിൻ്റെ പക്കലുണ്ട്. അത് ഇന്ന് ഈ അപകട സ്ഥലത്ത് എത്തിക്കും. റഡാർ പരിശോധന ഇന്ന് നടത്തും. ശരി അരുൺ, അരുൺ നിൽക്കുന്നിടത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. സ്റ്റേ സേഫ് അരുൺ. നമ്മുടെ ഇത്രയും ദിവസങ്ങളായി നമ്മുടെ സംഘം, ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ അവിടെ തുടരുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേരിയ പ്രതീക്ഷ, അത് ആ രീതിയിലുള്ള ഒരു വിവരം ലഭിക്കുന്നതിന് കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉള്ള ഒരു ലോറിയാണ്, വാഹനമാണ് അർജുൻ സഞ്ചരിച്ച വാഹനം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത്രയും ദിവസം മണ്ണിനടിയിൽ കഴിഞ്ഞാലും അല്ലെങ്കിൽ വെള്ളത്തിനടിയിലാണെങ്കിൽ പോലും ആ ക്യാബിനിലേക്ക് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ള നേരിയൊരു പ്രതീക്ഷയുടെ ഒരു കിരണം എല്ലാവരും സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്, നിർണായകമാണ്. നമ്മുടെ പ്രതിനിധികളെല്ലാം തന്നെ അവിടെ തുടരുന്നുണ്ട്.